ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂട്. ഈ ഫ്ലവർ ഏതാണെന്നറിയോ? നമ്മുടെ ഡെൻഡ്രോബിയത്തിൽ എക്കാപ്പോൾ സ്പ്ലാഷ് ആണ് കേട്ടോ. ഇത് വിരിഞ്ഞു വരുന്നതേ ഉള്ളേ. നിങ്ങളുടെ ഓർക്കിഡിന്റെ ഇല എങ്ങനെ മഞ്ഞളിക്കാറുണ്ടോ? നിങ്ങളുടെ ലീഫിന് എങ്ങനെ ഇൻഫെക്ഷൻസ് വരാറുണ്ടോ? സീഡ്ലിങ്ങിന് വെള്ളം നനക്കുന്ന പോലെയാണോ നിങ്ങൾ വലിയ മെച്ചൂർഡ് പ്ലാന്റ്സിന് വെള്ളം നനച്ചു കൊടുക്കുന്നത്? നിങ്ങളുടെ പ്ലാന്റിന് നിങ്ങൾ എപ്പോഴാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? എങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? ഏത് വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതൊരു റെക്കമെൻഡഡ് വീഡിയോയാണേ. ഒരാഴ്ചയിൽ കൂടുതലായി പലരെന്നെ വിളിച്ച് ഓർക്കിഡിന്റെ പ്രശ്നങ്ങൾ, അസുഖങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് വന്നത് ഈ ആഴ്ചയിൽ ഒരാഴ്ചത്തോളം കൂടുതലായിട്ടുണ്ട് നമുക്ക് പരാതി വരുന്നത് വെള്ളം നനക്കുന്ന പ്രശ്നം. അതായത് ചില ബിഗിനേഴ്സിന് ഇതെങ്ങനെയാണ് ഓർക്കിഡിന് നനക്കേണ്ടത്, ഏത് സമയത്താണ്, ഏത് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ പല പ്രശ്നങ്ങൾ ചിലർക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയില്ലാത്തവര്, ബിഗിനേഴ്സ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഓർക്കിഡ് ചെടി നനക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാ? രാവിലെയാണോ, ഉച്ചക്കാണോ, വൈകിട്ടാണോ? രാവിലെ. ഞാൻ രാവിലെ എന്ന് പറയൂ. അതായത് വെയിൽ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നനക്കണം. വെയിൽ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിൽ വന്നു കഴിയുമ്പോൾ അതിന് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റും. ക്രൗൺ പോർഷനിലൊക്കെ വെള്ളം നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങിപ്പോവും. ഉച്ചക്കാണെങ്കിലും വലിയ പ്രശ്നമില്ല, നല്ല വെയിലുള്ളപ്പോൾ നമുക്ക് ഉച്ചക്കും നനച്ചു കൊടുക്കാം. പക്ഷെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ തന്നെയാണ്. നമ്മൾ വൈകുന്നേരമാണ് നനച്ചു കൊടുക്കുന്നതെങ്കിൽ വെയിലില്ല, അറിയാലോ എല്ലാവർക്കും. വെയിലില്ലാതാവുമ്പോൾ നമ്മുടെ പ്ലാന്റിന് ആ വെള്ളം വലിച്ചെടുക്കാനുള്ള സ്ലോ ആയിട്ട് വലിച്ചെടുക്കത്തുള്ളൂ. എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. പിന്നീട് വെള്ളം ക്രൗൺ പോർഷനിലൊക്കെ വീഴുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അത് വെള്ളം കെട്ടിന്ന് അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. വേരുകളിലാണെങ്കിലും അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നിൽക്കി വരുമ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളറിയാലോ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യും. അതുപോലെ ഈ പ്ലാന്റ്സിനും അതിന് അവകാശമുണ്ട്. അത് രാവിലെ മുതൽ രാത്രി വരെ അത് അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് രാത്രി നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക. ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അത് ഒന്ന് റെസ്റ്റ് എടുത്ത് വരുമ്പോൾ പിറ്റേ ദിവസം രാവിലെ അതിനാവശ്യമായ ആഹാരവും എല്ലാം വലിച്ചെടുക്കാനായിട്ട് അത് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് രാവിലെ എണീറ്റ് വരും. ഓക്കെ, നമ്മളങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ് നനക്കുന്നത്? ചിലർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കിഡ് പ്ലാന്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ചിലർ പല രീതികളുണ്ടല്ലോ. ചിലർ മിസ്റ്റായിട്ട്, അതായത് സ്പ്രിംഗ് മേളിൽ നിന്നിങ്ങനെ വെള്ളം വീഴത്തക്ക രീതിയിൽ മിസ്റ്റായിട്ടൊക്കെ ചെയ്ത് കൊടുക്കും. ചിലർ ഓസ് വെച്ചൊക്കെ നല്ലതായിട്ട് നനച്ചു കൊടുക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്, ഏത് രീതിയും അവലംബിക്കാം. പക്ഷേ അതിൽ നല്ല ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ നമ്മളിത് മേലിൽ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്ലാന്റിന്റെ അറ്റം വരെ ചിലപ്പോൾ എത്തിയില്ല എന്ന് വരും. ചിലപ്പോൾ പോട്ടിന്റെ അടിയിലോട്ടൊക്കെ വെള്ളം പോകില്ല. പോട്ടിന്റെ അടിയിൽ അറിയാലോ നമുക്ക് വേരുണ്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാ വേരുകൾക്കും വെള്ളം കിട്ടാതെ വരും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഒരു കുപ്പിയാണെങ്കിൽ നമ്മൾ എന്തോരോന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ഓസ് വെച്ച്, കപ്പ് വെച്ച് ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കൊടുക്കണതിന് കുഴപ്പമില്ല. പക്ഷെ ഓസ് വെച്ച് നന്നായിട്ട് നമ്മുടെ പ്ലാന്റ് നനച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സീഡ്ലിങ്ങിനും മെച്ചൂർഡ് പ്ലാന്റിനും ഒരേപോലെയല്ല വെള്ളം നനച്ചു കൊടുക്കേണ്ടത്. സീഡ്ലിങ്ങിന് നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ചെറിയ പോട്ടിലാണ് സീഡ്ലിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഓസ് വെച്ച് നനക്കണമെന്ന് നിർബന്ധമില്ല. സ്പ്രേ ചെയ്ത് കൊടുത്താലോ മിസ്റ്റോ അങ്ങനെയോ എങ്ങനെയാണെങ്കിലും കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കുകയോ എങ്ങനെയോ ചെയ്യാം. പിന്നെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ് വെച്ച് നനച്ചു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ മെച്ചൂർഡ് പ്ലാന്റ് അങ്ങനെയല്ല. നമ്മൾ കുറച്ചും കൂടി വലിയ പോട്ടിലായിരിക്കും നമ്മൾ നട്ടു കൊടുക്കുന്നത്.
അപ്പോൾ അതിന് കൂടുതൽ വെള്ളം ആവശ്യം വരും. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത കാര്യമില്ല. അപ്പോൾ ഇത് ഫുള്ള് നനഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നനക്കുമ്പോൾ അതിൻ്റെ ലീഫിലോട്ടൊക്കെ നനച്ചു കൊടുക്കണം. അപ്പോൾ ഓസ് വെച്ച് നന്നായിട്ട് ലീഫിലും എല്ലായിടത്തും നമ്മൾ നനച്ചു കൊടുക്കുന്നതായിരിക്കും, ഓസിട്ട് നനച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ പ്യുവറായിട്ടുള്ള നല്ല വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡാമേജ് ഉള്ള വെള്ളമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അറിയാം, വെള്ളത്തിലൂടെയാണ് രോഗങ്ങളെല്ലാം പകരുന്നത്. അപ്പോൾ നമ്മുടെ ഡാമേജായ വെള്ളം നമ്മൾ ഓർക്കിഡിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഡിസീസസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ പ്ലാന്റിന് നനക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വെയിൽ വരുന്നതിന് മുമ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ആ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് രാവിലെ വെയിൽ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് നനക്കാം. പക്ഷെ ഉച്ച സമയത്ത് നമ്മൾ നനക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കുക, വെള്ളം ചൂടാണോ നോക്കുക. ചൂടാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ പ്ലാന്റിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അത് ഡാമേജ് ആക്കും നമ്മുടെ പ്ലാന്റിന്. പിന്നെ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നോക്കുക, വെള്ളം ചൂട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ചൂടില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ വൈകുന്നേരം നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. മഴ സമയത്ത് മഴ കൊണ്ട് നിൽക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷെയ്ഡിലേക്കോ വല്ലതും മാറ്റി വെച്ചേക്കുന്നതാണെന്നെങ്കിൽ, മഴ കൊള്ളാതെ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മഴവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടുപ്പിച്ച് എല്ലാ ദിവസവും 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനാവശ്യമായ വെള്ളം അത് അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ലീഫിലൂടെയും വേരിലൂടെയൊക്കെ വലിച്ചെടുത്തോളൂ. പക്ഷേ മഴ സമയത്ത് നമ്മൾ രാവിലെ നമ്മുടെ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതായത് മഴ സമയത്ത് വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ വെയിൽ വന്നു കഴിഞ്ഞ് അതൊന്ന് ആ തണുപ്പ് മാറിക്കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. 2 കാരണങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ ശനിയാഴ്ച, അതായത് നാളെ മറ്റന്നാളത്തേക്കുള്ളിൽ നമ്മുടെ ഓണം ഓഫറിൻ്റെ എല്ലാ പ്ലാൻസും നമ്മൾ അഴിച്ചു തീരും. അപ്പോൾ ശനിയാഴ്ച നമ്മൾ നറുക്കെടുപ്പ് വീഡിയോ ആയിരിക്കും ശനിയാഴ്ച ഞാൻ ഇടുന്നത്. മീഡിയൻ ഞാൻ ചകിരിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ചകിരിയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതവിടെ തങ്ങി നിൽക്കാറില്ല, അത് പോകും. അതുകൊണ്ട് ചകിരിയിലുള്ള നടുന്ന എല്ലാ പ്ലാന്റ്സും നിങ്ങൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. ഇതുപോലെ മടലിലാണ് നടുന്നതെങ്കിൽ എപ്പോഴും എല്ലാ ദിവസവും നനച്ചു കൊടുക്കണ്ട, അത് നോക്കി ശ്രദ്ധിച്ച് നനച്ചു കൊടുക്കുക. അതായത് മടലിൽ വെള്ളം തണുപ്പ് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അത് നോക്കി മാത്രം നനച്ചു കൊടുക്കുക. കരിയാണ് മീഡിയനെങ്കിൽ അതും നോക്കുക, കരിക്കും തണുപ്പ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി. പോട്ട്, അതായത് പ്ലാസ്റ്റിക് പോട്ട്, ഇതുപോലുള്ള പ്ലാസ്റ്റിക് പോട്ടിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ അത് വെള്ളം വാർന്നു പോകുമെന്നറിയാലോ. ഇപ്പോൾ ചകിരിയാണെങ്കിൽ എനിക്ക് ഡെയിലി നനക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾ നനച്ചാൽ മതി. പിന്നീട് ക്ലേ പോട്ട്സ്, അതായത് മൺചട്ടിയിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ ഹോളുള്ള ചട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാത്ത ചട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നനഞ്ഞിട്ട് പിറ്റേ ദിവസം നനയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കുക, അടിയിൽ അതായത് ചട്ടി നനഞ്ഞ് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ചട്ടി നനഞ്ഞ് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ അന്ന് നനക്കണ്ട, പിറ്റേ ദിവസം നിങ്ങൾ നനച്ചാൽ മതി. പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു.